വാർത്തകൾ വിശദമായി നോക്കാം. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ രാജ്ഘട്ടിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയുടെ മകനെ BJP രാജ്യദ്രോഹിയാക്കിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ കഴിയില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. भरी संसद में किया जाता है। उस शहीद के बेटे को आप देशद्रोही कहते हैं, आप मीर जाफर कहते हैं, उसकी आप माँ का अपमान करते हैं। आपके मंत्री मेरी माँ का अपमान भरी संसद में करते हैं। आपके एक मुख्यमंत्री कहते हैं कि राहुल गांधी को पता भी नहीं है कि उनका पिता कौन है। आपके प्रधानमंत्री भरी संसद में खड़े होकर कहते हैं कि ये परिवार नेहरू नाम को इस्तेमाल क्यों नहीं करता। രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം രാജ്യത്തിനു വേണ്ടിയാണെന്നും രാഹുലിനായി രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. राहुल जी किसके लिए लड़ रहे हैं? इस देश के जनता के लिए लड़ रहे हैं, आपके लिए लड़ रहे हैं, हमारे लिए लड़ रहे हैं, महिलाओं के लिए लड़ रहे हैं, युवाओं के लिए लड़ रहे हैं, जिनको एम्प्लॉयमेंट नहीं एम्प्लॉयमेंट दिलाने के लिए लड़ रहे हैं। आज कीमतें इतने ऊपर चले गए, उसको नीचे लाने के लिए, लोगों के जीवन को अच्छा करने के लिए वो लड़ रहे हैं और उनके ऊपर आप केस करते हो. വിവരങ്ങളുമായി AB ജോൺ തോമസ് ആയിരുന്നു. AB, രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് കോൺഗ്രസ് പാർട്ടി. എങ്ങനെയാണ് ഡൽഹിയിലും മറ്റും നടന്ന രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം? ഫിജി, വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ നടത്തുകയാണ് കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ ഇന്ന് രാവിലെ രാജ്ഘട്ടിൽ ഇത്തരത്തിലൊരു സത്യാഗ്രഹ സമരം നടത്തും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. എന്നാൽ വലിയ രീതിയിലുള്ള അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് ഇന്ന് ഈ ഒരു സത്യാഗ്രഹ സമരം രാജ്ഘട്ടിൽ നടന്നതെന്നാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. കാരണം രാവിലെ തന്നെ ഇവിടെ ഈ പ്രദേശത്ത്, അതായത് രാജ്ഘട്ടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു നടപടിയിലേക്ക് ഡൽഹി പോലീസ് പോവുകയായിരുന്നു. അതിനുശേഷം ആ ഡൽഹി പോലീസിന്റെ അത്തരത്തിലുള്ളൊരു അറിയിപ്പ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹം അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് അതിനുശേഷം അല്പസമയത്തിന് ശേഷമാണ് ഈ സത്യാഗ്രഹ സമരം നടത്തുന്നതിന് വേണ്ടി അനുമതി നൽകിക്കൊണ്ട് പോലീസ് വീണ്ടും ഉത്തരവിടുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള അനിശ്ചിതങ്ങൾക്കൊടുവിൽ 10 മണിയോടുകൂടി തന്നെ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയായിരുന്നു. കോൺഗ്രസിന് തന്നെ മുൻനിര നേതാക്കളെല്ലാം തന്നെ രാജ്ഘട്ടിൽ അണിനിരന്നിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്ഘട്ടിൽ. അത്തരത്തിൽ ഒരു വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു സത്യാഗ്രഹ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെ ഈ ഒരു നില തന്നെ തുടരും. BJPക്കെതിരെ ഒപ്പം തന്നെ മോദിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പ്രതിഷേധ സമരത്തിൽ ഉയർന്നു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ഒരു സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടമാണ്, രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സമരങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം ഒറ്റക്കെട്ടായി, കോൺഗ്രസ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കും. ഒപ്പം തന്നെ അദ്ദേഹം ഒരു വെല്ലുവിളി കൂടി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കർണാടകയിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് സൂറത്തിലാണ്. അതെന്ത് മര്യാദയാണ്? പക്ഷേ ധൈര്യമുണ്ടെങ്കിൽ കർണാടകയിൽ കേസെടുക്കട്ടെ എന്നുള്ള ഒരു തരത്തിലുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. രാഹുലിന് വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും അതിനുശേഷം പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത് അല്പം കൂടി മൂർച്ചയുള്ള സ്വരത്തിലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ മോദിക്കെതിരെയും ഒപ്പം തന്നെ അദാനിക്കെതിരെയും ശക്തമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അദാനിയെ കുറിച്ച് പറയുമ്പോൾ മാത്രം എന്തിനാണ് മോദിയും BJPയും വിരളി പിടിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധി പ്രധാനമായും ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയുടെ മകനാണ്. രക്തസാക്ഷിയായ രാജീവിന്റെ മകനെ രാജ്യദ്രോഹിയാക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായിട്ടാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപമാനിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ഒരു തരത്തിലും വായടപ്പിക്കാൻ കഴിയില്ല. ഈ സമരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും.
ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയിരിക്കും. അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുമ്പോൾ വിറളി പിടിക്കുന്ന എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രിയങ്ക ഗാന്ധി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചോദ്യങ്ങൾ തങ്ങൾ ചോദിക്കും എന്ന് തന്നെ ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരുമായും. അതുതന്നെയാണ് ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതും ഈ സമരത്തിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നതും. എന്തായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ഭയമാണ് മോദിക്കും ഒപ്പം തന്നെ BJP സർക്കാരിനും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ഭയമാണ് എന്നുള്ള ആരോപണവും വിമർശനവുമാണ് ഈ സമരങ്ങളിലെല്ലാം തന്നെ പൊതുവായി ഉയർന്നു വരുന്നത്. അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എല്ലാ ജില്ലകളിലും നടക്കുന്ന ഈ പ്രതിഷേധ സംഗമങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിനൊപ്പം തന്നെ UDF നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നേരിടുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം കേരളത്തിലെ CPM ഈ ഒരു വിഷയത്തിൽ അവരുടെ ഒരു നിലപാടിൽ അവരുടെ ഒരു മാറ്റം അത് ഇന്ന് MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്തുണ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കല്ല, മറിച്ച് BJP നടത്തുന്ന ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനാണ് CPM പിന്തുണ നൽകുന്നത്. അത് കോൺഗ്രസിനുള്ള പിന്തുണയായിട്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കുള്ള പിന്തുണയായിട്ടോ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്ന് CPM അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ എതിർക്കപ്പെടേണ്ടതാണ് എന്നും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടി അപലപിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നിലപാട് സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ഐക്യം ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെ ഏറ്റവും അവസാനമായും പറയാൻ കഴിയും. ആ ഒരു നിലയ്ക്ക് തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഫിജി, ശരി. ദേശവ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിലും വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്.